ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല ദിവസം ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തന്ന വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ ചിന്ത ഞങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ദൈവമേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് പ്രിയപ്പെട്ട മകനാണോ മകളാണോ ഞാൻ? നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കണ്ടിട്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെയും ദൈവത്തോട് ചോദിക്കുന്നത്. എന്നാൽ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മളൊന്ന് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു നിത്യത ഉണ്ട്, ദൈവത്തോടൊത്തുള്ള ഒരു വാസം ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ രൂത്തിന്റെ പുസ്തകം, അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. അവിടെ നവോമി എന്നും എലിമേലെക്ക് എന്ന് പേരുള്ള 2 പേരുണ്ടായിരുന്നു. ഈ ബേത്ലഹേം എന്ന സ്ഥലത്ത് ഒരു ക്ഷാമം വന്നപ്പോൾ ഈ എലിമേലെക്കും നവോമിയും അവർക്ക് 2 പുത്രന്മാർ, മഹ്ളോനും കില്യോനും. എന്നാൽ അവിടെ ഒരു ക്ഷാമം ഉണ്ടായിട്ട് ഇവര് മോവാബ് എന്ന ദേശത്തേക്ക് പോവുകയാണ്. അവിടെ ഈ മോവാബ് ദേശത്തെത്തിയപ്പോൾ ഈ നവോമിയുടെ ഭർത്താവായ എലിമേലെക്ക് അവിടെ വെച്ച് മരണപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ വെച്ച് ഈ 2 മക്കൾ, രൂത്ത് എന്നും ഓർപ്പ എന്ന് പേരുള്ള 2 സ്ത്രീകളെ ഈ 2 ആമക്കൾ വിവാഹം കഴിച്ചു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ 2 ആൺമക്കളും ഇവർക്ക് നഷ്ടപ്പെടുകയാണ്. നമുക്കവിടെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഈ എലിമേലെക്ക് മരിച്ചു, 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ആ 2 പുത്രന്മാർ വിവാഹം കഴിച്ചു. എന്നാൽ ഈ 2 പുത്രന്മാരും ഈ ലോകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കാഴ്ച. നമ്മുടെ കാഴ്ചപ്പാടിൽ 3 മരണങ്ങൾ നടന്ന ഒരു ഭവനം. ഇങ്ങനെയൊരു അവസരത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയും, എന്തോ ശാപം കിട്ടിയ ഭവനമാണ്, അല്ലെങ്കിൽ അവിടെ എന്തോ ശാപമുണ്ട്. അടുപ്പിച്ചുള്ള 3 മരണങ്ങൾ. ആ വീടുമായി ഒരു ബന്ധം പുലർത്തുവാൻ, അല്ലെങ്കിൽ ആ വീടുമായി ഒരു കൂട്ടുകൂടുവാൻ അധികമാരും ഇറങ്ങി പുറപ്പെടത്തില്ല. എന്നാൽ ഈ തള്ളപ്പെട്ട ഈ കുടുംബം 10 വർഷത്തോളം അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ ശേഷം അവർ തിരികെ ബേത്ലഹേമിലേക്ക് വരികയാണ്. 10 വർഷം അവർ ഈ മോവാബ് ദേശത്ത് താമസിച്ചു. എലിമേലെക്ക് മരിച്ചുപോയി. 2 പുത്രന്മാരുണ്ടായിരുന്നു, അവർ മരിച്ചുപോയി. ഈ അമ്മയും 2 മരുമക്കളുമായി. അതിൽ രൂത്ത് മാത്രമേ ഈ അമ്മയമ്മയുടെ കൂടെ പോരുന്നുള്ളൂ. മറ്റേ മകൾ, ആ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവിടുന്ന് വച്ച് അവരവരുടെ വീട്ടിലേക്ക് പോകുന്ന അതിൻ്റെ ഭേദഭാവമൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്,
അവര് 10 വർഷത്തിന് ശേഷം തിരികെ ബേത്ലഹേമിലേക്ക് വന്ന സമയം ഈ തള്ളപ്പെട്ട കുടുംബത്തിനെ ചേർക്കുവാൻ ബോവസ് എന്ന് ദൈവത്തിന്റെ നിഴൽ എന്നറിയപ്പെടുന്ന, വീണ്ടെടുപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബോവസ് ഈ കുടുംബത്തെ ചേർക്കുവാൻ, രൂത്തിനെ ചേർക്കുവാൻ വരുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണുവാൻ പറ്റും. സ്തോത്രം. എന്നാൽ ഈ രൂത്തിന്റെ പുസ്തകം അവസാന ഭാഗം നമുക്ക് വായിക്കുമ്പോൾ ഈ ബോവസ് ഒബേദിനെ ജനിപ്പിച്ചു, ഒബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. എന്നാൽ ആ പരമ്പരയിലേക്ക് യേശു ക്രിസ്തു ജനിക്കുകയാണ്. സ്തോത്രം. നമുക്ക് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, ദാവീദ് എന്ന പരമ്പരയിലേക്ക് യേശു ക്രിസ്തു വരുന്നു. സത്യത്തിൽ ശാപം എന്ന് വിളിക്കപ്പെട്ട കുടുംബം, ഇനി ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു കുടുംബം, അവിടെ ഒരു നന്മയും ഇനി അനുഭവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു കുടുംബം, ഇനി അവിടെ നിന്നൊരു നന്മ നമുക്ക് വരുമോ എന്ന് വിധി എഴുതിയ ഒരു കുടുംബം, ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു കുടുംബത്തിലേക്ക് യേശു ക്രിസ്തു ജനിക്കുകയാണ്. എന്റെ പ്രിയ സഹോദര സഹോദരി, ഇനി ഒരു നന്മയില്ല എന്ന് പറയുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെയും നമുക്ക് തിരുവചനങ്ങളെ നോക്കിയാൽ ഈ ബോവസ് എന്ന് പറയുന്നത് സത്യത്തിൽ സൽമോൻ രാഹാബിലുണ്ടായ മകനാണ്. ഈ ബോവസ് സൽമോൻ രാഹാബിലുണ്ടായ മകനാണ് ബോവസ്. ഈ രാഹാബ് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും, ഒരു മോശപ്പെട്ട സ്ത്രീയായിരുന്നു, ഒരു വേശ്യ സ്ത്രീയായിരുന്നു. എന്നാൽ ഈ കുടുംബത്തിലേക്കാണ് ഈ തള്ളപ്പെട്ട, ഒരു നല്ല പശ്ചാത്തലമില്ലാത്ത ഈ കുടുംബത്തിലേക്കാണ് യേശു ക്രിസ്തു ജനിക്കുന്നത്. നമ്മൾ പലപ്പോഴും പലരെ സ്നേഹിക്കുന്നത് കുടുംബത്തിന്റെ പാരമ്പര്യവും, അവിടെ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പുറമെയുള്ള പലതും കണ്ടിട്ടാണ് നമ്മൾ ആ കുടുംബത്തെ അല്ലെങ്കിൽ അവരെ നമ്മൾ വിലയിരുത്തുന്നത്. എന്നാൽ ഈ കുടുംബത്തിന് ഒരു നല്ല പശ്ചാത്തലമോ, ഒരു നല്ലതെന്ന് പറയുവാൻ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അവിടെ ഒന്നും തന്നെ കാണുവാൻ സാധിക്കുന്നില്ല. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു നന്മയും കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ യേശു ജനിക്കുവാൻ ദൈവം ആ കുടുംബത്തെ തിരഞ്ഞെടുത്തു. നമ്മുടെ യാതൊന്നും കണ്ടിട്ടല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ വിളിച്ചതും നമ്മളെ തെരഞ്ഞെടുത്തതും. എൻ്റെ പ്രിയമുള്ള സഹോദര സഹോദരി, അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ ആത്മാവിൽ പറഞ്ഞ ഒരു വാക്യങ്ങളുണ്ട്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷമായതിനെ തിരഞ്ഞെടുത്തു, ബലവാന്മാരെ വെടിവിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. എന്തിനാണ് ഈ തിരഞ്ഞെടുപ്പുണ്ടായത്? ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതെ ഇരിക്കേണ്ടതിന്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് ദൈവം ബലഹീനമായതിനെ, ഭോഷത്വമായതിനെ തെരഞ്ഞെടുക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദര സഹോദരി, തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഞാൻ നിത്യതയിൽ എത്തിച്ചേരുമോ, അല്ലെങ്കിൽ എനിക്കും
ദൈവത്തോടുള്ള ഒരു വാസം സാധ്യമാകുമോ എന്ന് നമുക്കും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൽ ഒന്ന് ഉറപ്പിക്കാം. എൻ്റെ ദൈവം എന്നെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്, എൻ്റെ ദൈവം എന്നെയും വിളിച്ചിട്ടുണ്ട്. ഒരു മോശപ്പെട്ട പശ്ചാത്തലം, ഒരു നല്ല ഒരു പശ്ചാത്തലം പോലും ഇല്ലാത്ത എന്നെയും ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതിന് നമുക്ക് ആത്മാവിൽ നമുക്കൊന്ന് സ്വയം ബലപ്പെടുത്തുവാൻ കഴിയണം. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഈ അനുഭവിക്കുന്നതൊക്കെയും, ഈ ദൈവം തെരഞ്ഞെടുത്തതൊക്കെയും നമ്മുടെ പുറമെയുള്ള സൗന്ദര്യമോ നമ്മുടെ മിടുക്കോ കഴിവോ നമ്മുടെ സാമർഥ്യമോ ഒന്നും കണ്ടിട്ടല്ല ഈ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. മറിച്ച് അവന്റെ നമ്മളോടുള്ള സ്നേഹമാണ്, അവന്റെ കൃപയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം നമ്മൾ പുറമേ ഉള്ളത് കണ്ടിട്ട് ഓരോന്നിനെ തിരഞ്ഞെടുക്കുക. ദൈവം അതൊന്നും നോക്കുന്നവനല്ല. ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് പോലെയല്ല. ഒരു നന്മ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഒരു നല്ല ബോസായി അവൻ നമ്മളോട് കൂടെയുണ്ട്. അവൻ തന്റെ വീണ്ടെടുപ്പുകാരന്റെ മുറ അവൻ നിവർത്തിക്കും. വീണ്ടെടുക്കുവാൻ ആരുമില്ലാതെ തളർന്നിരിക്കുന്ന, മനസ്സ് തകർന്നിരിക്കുന്ന ചിലരോടുള്ള മെസ്സേജാണ്, എന്റെ ദൈവം വിശ്വസ്തനാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ, യാതൊരു പ്രതീക്ഷയുമില്ലാതെ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ, ശാപമുള്ള വീടാണ്, ശാപത്തിന്റെ ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ ഭവനത്തിൽ, ഈ വീട് ഈ ഒരു ശാപത്തിന്റെ വീടാണ്. ഇവിടെ കയറിയാൽ ഒരു നന്മയും ഇല്ല എന്ന് ചുറ്റുമുള്ളവർ നോക്കി പറയുന്നിടത്തുനിന്ന് ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. ആ കുടുംബത്തിലേക്ക്, അതെ, എന്നെ കേൾക്കുന്ന നിന്റെ ഭവനത്തിലേക്ക് യേശു ഇന്ന് വരികയാണ്. നമ്മുടെ ജീവിത മാർഗങ്ങളെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തുവാൻ. ഒരു നന്മയും അനുഭവിക്കത്തില്ല എന്ന് ലോകക്കാർ വിധി എഴുതിയേക്കാം, സഹോദരങ്ങൾ വിധി എഴുതിയേക്കാം, അയൽപക്കക്കാർ വിധി എഴുതിയേക്കാം, ഒരു സമൂഹം തന്നെ നിങ്ങളെ തള്ളി പറഞ്ഞേക്കാം. എന്നാൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി, ആത്മാവിൽ പറയുകയാണ്, ആ കുടുംബത്തിലേക്ക് യേശു കർത്താവ് ഇന്ന് നിന്റെ ഭവനത്തിൽ വരുവാൻ പോകുന്നു. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഒരു നല്ല ബോവസായി അവൻ നിന്റെ കൂടെയുണ്ട്. ഒരു നല്ല ബോവസായി അവൻ നിന്നെ ബലപ്പെടുത്തും. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. May God bless you. In Jesus' name. Amen. Amen.